ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായം 9-ഉം 10-ഉം ശ്ലോകങ്ങൾ ശ്രദ്ധിക്കാം. ഓം ശ്രീ പരമാത്മനേ നമഃ. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോ അയം കർമ്മബന്ധനഃ. തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചരാം. സാരം: ഈശ്വരാർപ്പണമായിട്ടല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമാണ് ഈ ലോകത്തെ രാഗദ്വേഷാദികൾ വഴിക്ക് ഒടുങ്ങാത്ത കർമ്മങ്ങളിൽ നമ്മെ ബന്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാൽ ആ ബന്ധനിവൃത്തിക്ക് വേണ്ടി ഫലത്തിൽ ആസക്തി വയ്ക്കാതെ ഈശ്വരാരാധനമെന്ന ലോകസേവനം, അതായത് യജ്ഞം, വഴിപിഴയ്ക്കാതെ അനുഷ്ഠിക്കുക. 10-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. സഹയജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിശ്വധ്വം യേശവോ അസ്തിഷ്ടകാമധും. സാരം: പ്രജാപതി പ്രജകളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ യജ്ഞങ്ങളെയും സൃഷ്ടിച്ച് ആ പ്രജകളോട് ഇങ്ങനെ പറയുകയുണ്ടായി: ഈ യജ്ഞമാണ് നിങ്ങളുടെ സന്താനങ്ങൾക്കും ഭോഗ്യവസ്തുക്കൾക്കും അഭിവൃദ്ധിക്കും കാരണം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായത്തിൻ്റെ പേര് കർമ്മയോഗം എന്നാണ്. ഇതിൽ കർമ്മം എങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് വിവക്ഷ. ജനിച്ച് മരിക്കുന്നതുവരെ നാം എല്ലാം സർവദാ കർമ്മം ചെയ്യുന്നവരാണല്ലോ. ഈ അധ്യായത്തിൽ പ്രത്യേകിച്ച് ചില വാക്കുകൾക്ക് പ്രാധാന്യം കൽപ്പിച്ച് എടുത്തു പറയുന്നു. ആ വാക്കുകൾ ശ്രദ്ധിക്കാം. കർമ്മം, ബന്ധം, മോക്ഷം, യജ്ഞം, പാപം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇവയാണ് ആ പ്രാധാന്യമുള്ള വാക്കുകൾ. നമ്മുടെ ജീവിത വിഷയങ്ങളെല്ലാം ഇവയുമായി ബന്ധമുള്ളവയാണ്. ജനിച്ച ഒരാൾക്ക് മരണമുണ്ടെന്നും അതുപോലെ മരിച്ച ഒരാളിന് ജനനമുണ്ടെന്നും അറിയിക്കുന്നു. എന്നാൽ കോടിക്കണക്കിന് ഒരാൾ ഈ ജനന മരണ ചക്രത്തിൽ നിന്നും മോചിതനായി മോക്ഷം പ്രാപിക്കുമെന്നും സർവ്വവേദങ്ങളും നമ്മെ അറിയിക്കുന്നുണ്ട്. ജനനവും മരണവും മോക്ഷവും എല്ലാം നമ്മുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത് എന്നും വ്യക്തമാക്കുന്നുണ്ട്. കർമ്മങ്ങൾ ചെയ്യുന്നതാകട്ടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും കൊണ്ടാണല്ലോ. അതിലൂടെ പാപപുണ്യങ്ങൾക്ക് ഇടയാകുന്നു. പാപം നീചജന്മത്തിനും പുണ്യം ശ്രേഷ്ഠജന്മത്തിനും കർമ്മങ്ങൾ വഴി കാരണമാകുന്നു. എന്നാൽ മോക്ഷം അങ്ങനെയല്ല. പാപപുണ്യങ്ങളുടെ പരിണിത ഫലം മനസ്സിലാക്കി രണ്ടും നശ്വര ലോകങ്ങളാണ് പ്രദാനം ചെയ്യുന്നതെന്ന് അറിഞ്ഞ് അനശ്വര സത്യത്തിലേക്കുള്ള സായുജ്യപ്രാപ്തിയാണ് മോക്ഷം. പുണ്യപാപങ്ങൾ എന്ന കർമ്മങ്ങൾ ബന്ധത്തിനും, അതായത് ജനന മരണത്തിനും, അതേ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ മോക്ഷത്തിനും കാരണമാകുന്നു. നാം ചെയ്യുന്ന സർവകർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുന്നതിനെയാണ് യജ്ഞമെന്ന് വേദങ്ങൾ നമ്മെ അറിയിക്കുന്നത്. അതിൽ ചെറിയ കർമ്മമെന്നോ വലിയ കർമ്മമെന്നോ ഇല്ല. നമ്മുടെ വഴിയിൽ കിടക്കുന്ന ഒരു മുള്ളു മാറ്റുന്നത് തുടങ്ങി അപരിചിതനോട് കാണിക്കുന്ന ഒരു ചെറു പുഞ്ചിരി വരെ യജ്ഞഭാവേന ഈശ്വരാർപ്പണമായി ചെയ്യാൻ വേദങ്ങൾ സദാ നമ്മോട് കൽപ്പിക്കുന്നു. നമ്മുടെ സർവവും അങ്ങനെ യജ്ഞഭാവനയാൽ ആക്കി തീർക്കാം. ബൃഹത്തായ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് യജ്ഞഭാവനയെ ആശ്രയിച്ചാണെന്നും അതിന് ഉത്തമ അധികാരി മനുഷ്യനാണെന്നും പ്രത്യേകിച്ച് ഭഗവത്ഗീത നമ്മെ ആവർത്തിച്ച് ഉണർത്തുന്നുണ്ട്. നിത്യജീവിതത്തിൽ വളരെ ലളിതമായി ആർക്കും മനസാ വാച കർമ്മണ ചെയ്യാൻ സാധിക്കുന്ന പഞ്ചമഹായജ്ഞങ്ങൾ തുടങ്ങി സർവപ്രകാരത്തിലും നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെ ഈശ്വരോന്മുഖമാക്കാം, ഇതെല്ലാം അറിയണമെന്നും അറിവോടുകൂടി സർവകർമ്മങ്ങളിലും മുഴുകണമെന്നും ആഗ്രഹിക്കുന്നവർ ശരിക്കും യജ്ഞമെന്താണെന്ന് നിസ്വാർത്ഥരായ ഉത്തമ ആചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം.
എത്ര പറഞ്ഞാലും പഠിച്ചാലും തീരാത്ത അനേകം വിഷയങ്ങൾ യജ്ഞം എന്ന വാക്കിനെ സംബന്ധിച്ചുണ്ട്. അതിനാൽ അന്ധവിശ്വാസത്തിൻ്റെ വഴിയിൽ മാർഗഭ്രംശം സംഭവിക്കാതെ ശ്രദ്ധിക്കണം. ഏവർക്കും സർവ്വനന്മയും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി.